ഇന്ന് നമ്മൾ സൈറ്റിൽ വി ഗാർഡിൻ്റെ ലൈറ്റസ്റ്റ് ആയിട്ടുള്ള പ്രഷർ പമ്പാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനത് ആദ്യം ജസ്റ്റ് ബോക്സിൽ നിന്ന് പുറത്തെടുത്ത് അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ 4 സൈഡും ടാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് അതുപോലെ തന്നെ അതിൻ്റെ വാട്ടർ ഫില്ലിംഗ് ഏരിയ ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്ന അതിൻ്റെ ഒരു NRV ഇതൊക്കെ വന്ന് ഞാൻ അതിൻ്റെ ത്രെഡൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. എല്ലാ ത്രെഡുകൾ അയച്ച് കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ ത്രെഡ് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. റൂഫ് ടോപ്പിൽ ടാങ്കിനോട് ചേർന്ന് പൈപ്പ് ലൈൻ പോകുന്നത് അതിൻ്റെ മുകളിലൊരു സ്റ്റാൻഡ് പോലെ ഉണ്ട്. അതിലാണ് നമ്മൾ വെച്ചത്. പൈപ്പുകൾ ഇങ്ങനെ നിരത്തി അടിച്ചപ്പോൾ അവിടെ ഒരു കറക്റ്റായിട്ടൊരു പമ്പ് വെക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു സ്റ്റാൻഡ് കിട്ടി. കാരണം ഇങ്ങനത്തെ ലൈറ്റ് വെയ്റ്റും ഇത്രയും ഒരു സ്മോളായി സാധനം ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സ്പേസിൽ ഒതുക്കാൻ പറ്റിയത്. അപ്പം നമ്മളിനി SFMCയുടെ PPR പൈപ്പ് വെച്ചാണ് ഇതെല്ലാം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഹീറ്റ് ചെയ്ത് ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. ഞാൻ പല വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്നത് കാര്യമായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ബ്രാൻഡ് ഉപയോഗിച്ചത് SFMCയുടെ PPR പൈപ്പാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഹാൻഡ് സെറ്റ് ചെയ്ത് പോവുകയാണ് സിമ്പിളായിട്ട് തന്നെ. അത് ഓൾറെഡി നമ്മൾ പ്ലംബിങ് ചെയ്യുന്നതിന് സമയത്ത് അതിനുള്ള ഓപ്ഷൻസും NRVയും 2 സൈഡ് വാൾവും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചില പമ്പുകളൊക്കെ 1.25 പല സൈസിലും വരും. അപ്പോൾ നമ്മൾ 1.5 ലൈനാണ് പുറത്തേക്ക് ഇട്ട് വെച്ചത്. അപ്പോൾ അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ട് 1 ഇഞ്ചാക്കിയിട്ടാണ് പമ്പിലേക്ക് കണക്ട് ചെയ്യുന്നത്. എല്ലായിടത്തും യൂണിയൻ വെച്ച് ചെയ്തു. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് വരുമ്പോൾ അയച്ചു കൊണ്ടുപോയി നമുക്ക് ക്ലിയർ ചെയ്യാനൊക്കെ എളുപ്പത്തിന് എല്ലാത്തിനും യൂണിയൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന PPR പൈപ്പ് SFMCയുടെ ബ്രാൻഡാണ്. നമ്മളിതുവരെ ഉപയോഗിച്ച എല്ലാ PPR പൈപ്പിനേക്കാൾ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അത് ഒട്ടിക്കുന്ന സമയത്തുള്ള ഒരു സുഖം എല്ലാം കൊണ്ടും മറ്റുള്ള ബ്രാൻഡിനെ സംബന്ധിച്ച് നമുക്ക് SFMC ഒന്നും കൂടി നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് ഫീൽ ചെയ്ത്. അതേപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു PN25ൻ്റെ ഗേജാണ് എല്ലാ ഫിറ്റിങ്സിനും വരുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ട പ്രൊഡക്റ്റുകൾ മൊത്തം. അപ്പോൾ നമ്മൾ റെയിൽവേ അതുപോലെ തന്നെ ഒരുപാട് വലിയ പ്രോജക്റ്റുകൾ ചെയ്ത് അതേപോലെ തന്നെ കുറേ വീടുകൾ ചെയ്തു, എയർ കംപ്രസറിൻ്റെ കുറേ ലൈനുകളൊക്കെ ചെയ്ത് കൊടുത്തു. എല്ലായിടത്തും നല്ലൊരു ഫീഡ്ബാക്കാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ബ്രാൻഡാണ്, നല്ല പ്രൊഡക്റ്റാണ്. നിങ്ങളും ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഇതിലറിയിക്കുക. ഞാൻ ഒരു 100 കണക്കിന് പ്രൊജക്റ്റുകൾ ഇപ്പോൾ SFMC ബ്രാൻഡ് വെച്ചിട്ട് ഉപയോഗിച്ച് ഇതുവരെ നമുക്ക് നല്ല റിസൾട്ടാണ് എല്ലാ സ്ഥലത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള പോലെ അതുപോലെ തന്നെ കമ്പനിയുടെ സപ്പോർട്ടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സർവീസ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നാണെങ്കിലുണ്ട്. ടെക്നിക്കലാണെങ്കിലും സെയിൽസിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എല്ലാ അതിൻ്റെ ഓഫീസേഴ്സ് എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിൽ മാത്രമല്ല അവരുടെ സർവീസിലും നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ യൂസ് ഏത് പൈപ്പാണെന്നുള്ളതും ഏത് പൈപ്പിനാണ് ക്വാളിറ്റി എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. എന്തായാലും നിങ്ങൾ SFMC ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അടുത്ത സൈറ്റിൽ അതിൻ്റെ ഒരു ഗുണങ്ങളും അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ സർവീസ് ടീമിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമ്മളിങ്ങനെ പ്രഷർ പമ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തിനാണ് വെച്ചില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സോളാർ പാനൽ ചെയ്യുന്നുണ്ട് ഇവരുടെ റൂഫിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ അതിലേക്ക് സ്പ്രിംഗ്ലർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഓപ്ഷൻ നമ്മളിവിടെ വിട്ട് വെച്ചതാണ്. അപ്പോൾ അവർക്ക് ഒരു സ്റ്റോപ്പ് കോക്ക് ഇട്ടിട്ട് നിർത്തി കൊടുത്തേക്കാണ്. വാൾവ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ സ്റ്റോപ്പ് കോക്കിൽ നിർത്തി. ഇനി അത് അവിടെ നിന്ന് എപ്പോഴും ചെയ്ത് പോകാമല്ലോ. അപ്പോൾ സോളാറിൻ്റെ പാനൽ വെച്ചതിന് ശേഷം നമ്മളത് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇത് നമ്മൾ വാട്ടർ ഫില്ലിങ്ങിൻ്റെ ഏരിയയാണ്. നമ്മളതിൽ ഓപ്പോസിറ്റ് വെള്ളം തുറന്നപ്പോൾ വാട്ടർ ഫില്ലായി. അത് തിരിച്ച് ടൈറ്റ് ചെയ്ത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ അത്രയും ഇല്ലാത്തതുകൊണ്ട് കട്ടറേറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇനി പമ്പ് നമുക്ക് ഓൺ ചെയ്യാം. പവർ കൊടുത്തിട്ടുണ്ട്. പമ്പ് ഓൺ ചെയ്ത പാടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഭാഗത്ത് 2.5ഉം അപ്പുറത്തെ സൈഡിൽ 3.5ഉം പ്രഷർ അടിച്ച് കയറി. അപ്പോൾ അത് സെറ്റിങ്സ് ഒന്ന് കറക്റ്റാക്കി 5 ബാർ പ്രഷർ ഇട്ടു. അത് കറക്റ്റായി. നമ്മളിനി ഈ സ്റ്റോപ്പ് കോക്കിൽ കൂടെ വെള്ളം ഓപ്പൺ ചെയ്ത് നോക്കാം അതിൻ്റെ പ്രഷർ എത്രത്തോളം അറിയാം. തൊട്ടടുത്താണ് ടാങ്ക്. അതിൻ്റെ പ്രഷർ 5 ബാറിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്താണ് 5 ബാർ വെക്കുന്നത്. നമ്മൾ ലൈവായി പോകുന്ന സമയത്ത് 2.5 ബാർ പ്രഷറായി കൊടുക്കുള്ളൂ. പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മളെ സെറ്റിങ് ഇതോടെ